ഹായ് നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് കരിപ്പൂർ എയർപോർട്ടിന് സമീപം കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പല ആൾക്കാരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ ഈ ചെയറുകളൊക്കെ വാങ്ങിക്കാൻ വരുന്നത്, പ്ലാസ്റ്റിക് ഫർണിച്ചറുകളൊക്കെ വാങ്ങിക്കാൻ വരുമ്പോൾ പല ആൾക്കാരും ചോദിക്കും, എന്താണ് ഈ വിർജിൻ പ്ലാസ്റ്റിക്, എന്താണ് ഈ റീസൈക്കിൾ പ്ലാസ്റ്റിക്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതുകൊണ്ട് അതിൻ്റെ ഗുണമേന്മകൾ എന്തൊക്കെയാണ് ഓരോന്നിൻ്റെയെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു 5 ഗുണങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ട് നമുക്ക് പറയാം. ഇതിൻ്റെ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഒറിജിനെ കുറിച്ചിട്ട് നോക്കാം, അതിൻ്റെ ഉത്ഭവം. ഇപ്പോൾ ഈ വിർജിൻ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്ഭവം പെട്രോകെമിക്കൽ ഫീഡ് സ്റ്റോക്ക് എന്ന് വരുന്ന അതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്രൂഡ് ഓയിൽ പോലെയുള്ള ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്തിട്ട് വരുന്ന നമ്മളെ പെട്രോകെമിക്കൽ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഈ വിർജിൻ പ്ലാസ്റ്റിക് വരുന്നത്. പോളിപ്രൊപ്പിലീൻ, പോളിയെത്തിലീൻ, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ, ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ, ഇതെല്ലാം വിർജിൻ പ്ലാസ്റ്റിക്കിൽ പെട്ടിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ്, പോളിമേഴ്സാണ്. അപ്പോൾ അതേസമയം റീസൈക്കിൾ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ, റീസൈക്കിൾ പ്ലാസ്റ്റിക് നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, അതായത് പ്ലാസ്റ്റിക് ചെയറുകൾ, പ്ലാസ്റ്റിക് ബക്കറ്റ്, ടോയ്സ്, ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് രണ്ടാമത് ഉരുക്കിയെടുത്ത് ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കാണ് റീസൈക്കിൾ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഒറിജിൻ, ഒന്ന് നമ്മൾ പെട്രോകെമിക്കൽ ഫീഡ് സ്റ്റോക്ക് ഒറിജിനലായിട്ട് ക്രൂഡ് ഓയിലിൽ നിന്ന് വരുന്നതാണ്, ഒന്ന് നമ്മൾ ഒരിക്കൽ നിർമ്മിച്ച പ്ലാസ്റ്റിക്കിൽ നിന്ന് രണ്ടാമത് ഉരുക്കിയിട്ടുണ്ടാക്കുന്നതാണ് റീസൈക്കിൾ പ്ലാസ്റ്റിക്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ അതിൻ്റെ ഗുണനിലവാരത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ, ഈ വിർജിൻ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ അത് നല്ല സ്ട്രോങ് ആയിരിക്കും. പിന്നെ അതിന് ഫ്ലെക്സിബിൾ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഫർണിച്ചറുകളൊക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ സർഫേസ്, അതുകൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറുകളുടെ പ്രതലം നല്ല സ്മൂത്തായിരിക്കും. അതുപോലെ നല്ല ഷൈനിങ്ങും ഉണ്ടായിരിക്കും ഈ വിർജിൻ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയുള്ള ഫർണിച്ചേഴ്സ്. അതേസമയം റീസൈക്കിൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഹാർഡായിരിക്കും, ബ്രിട്ടിലായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതിന് ഫ്ലെക്സിബിലിറ്റി തീരെ ഉണ്ടാവില്ല ഈ റീസൈക്കിൾ പ്ലാസ്റ്റിക്കിൽ. അതുകൊണ്ട് തന്നെ അത് തന്നെ ഷൈനിങ് കുറച്ച് കുറവായിരിക്കും അതിന്. അതുപോലെ അതിൻ്റെ മിനുസം, സർഫേസിലെ മിനുസവും കുറവായിരിക്കും റീസൈക്കിൾ പ്ലാസ്റ്റിക്കിൽ. ഇനി നമുക്ക് ചിലവിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ, ഈ റീസൈക്കിൾ പ്ലാസ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചിലവ് കുറവാണ്. കാരണം അത് നമുക്ക് ഉള്ള പ്ലാസ്റ്റിക് തന്നെ ഉരുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അധികം ചിലവുകൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ റീസൈക്കിൾ പ്ലാസ്റ്റിക്കുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിലയും കുറവായിരിക്കും. അതേസമയം വിർജിൻ പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് നിർമ്മിക്കാൻ വലിയ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു വരണം. പെട്രോകെമിക്കൽ റിഫൈനിങ്, ഇങ്ങനെയുള്ള കുറേ പ്രോസസ്സിലൂടെ കടന്നു വന്നതിന് ശേഷമാണ് നമുക്ക് വിർജിൻ പ്ലാസ്റ്റിക്കുള്ള ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ചിലവ് കൂടുതലായിരിക്കും. പിന്നെ പരിസ്ഥിതി, എൻവയോൺമെൻറ്റൽ കാര്യത്തിൽ നമ്മൾ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ, ഈ റീസൈക്കിൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ പ്ലാസ്റ്റിക് ഡെപ്പോസിറ്റ്, നമ്മുടെ ഭൂമിയിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ അളവിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു എക്കോ ഫ്രണ്ട്ലി അപ്രോച്ചാണ്. കാരണം അത് പുനരുപയോഗം, ഒരിക്കൽ ഉപയോഗിച്ച പ്ലാസ്റ്റിക് വീണ്ടും വീണ്ടും ഉരുക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് പ്ലാസ്റ്റിക് ഉൽപ്പാദിക്കപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എക്കോ ഫ്രണ്ട്ലി അപ്രോച്ചാണ്. നമ്മളെപ്പോഴും റീസൈക്കിൾ പ്ലാസ്റ്റിക്കുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് പ്രകൃതിക്ക് ഗുണകരമായ രീതിയിലാണ് അത് ഭവിക്കുന്നത്. അതേസമയം നമ്മൾ വിർജിൻ പ്ലാസ്റ്റിക്കുള്ള ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിങ്ങനെ പ്ലാസ്റ്റിക് ഡെപ്പോസിറ്റ് ഭൂമിയിൽ ഇങ്ങനെ കൂടാൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. പുതിയ പുതിയ പ്ലാസ്റ്റിക് ഉണ്ടായി വരികയല്ലേ. അപ്പോൾ ഭൂമിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ അളവ് കൂടാൻ സഹായിക്കും വിർജിൻ ഉൽപ്പന്നങ്ങൾ. എന്ന് വെച്ചാൽ പരിസ്ഥിതിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ വിർജിൻ നമ്മൾ പ്രിഫർ ചെയ്യുമ്പോൾ അത് പരിസ്ഥിതിക്ക് ദോഷകരമായിട്ടാണ് ഭവിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, ഈ വിർജിൻ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അധികം ഹെൽത്ത് കെയർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്ക്, ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ സിറിഞ്ചസ്, ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ വിർജിൻ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അതേസമയം റീസൈക്കിൾ പ്ലാസ്റ്റിക് ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ഫർണിച്ചറുകൾക്ക് ഉപയോഗിക്കുന്നത്, ബക്കറ്റ്സ്, ടോയ്സ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റീസൈക്കിൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാൻ വിർജിൻ പ്ലാസ്റ്റിക്കും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ അതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലവ് കൂടുതലായിരിക്കും, അതിന് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ സ്ട്രോങ് ആയിരിക്കും, ലൈഫ് എല്ലാം ഉണ്ടായിരിക്കും, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും വിർജിൻ പ്ലാസ്റ്റിക്. അതേസമയം റീസൈക്കിൾ പ്ലാസ്റ്റിക്കിലാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ റീസൈക്ലിംഗ് ടെക്നോളജിയൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നല്ല റീസൈക്ലിംഗ് ഫർണിച്ചേഴ്സ് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഈ രണ്ട് പ്ലാസ്റ്റിക്കുകളും തമ്മിലുള്ള, വിർജിൻ പ്ലാസ്റ്റിക്കും റീസൈക്കിൾ പ്ലാസ്റ്റിക്കും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്.
ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.